Hi friends, welcome to my channel. ഇന്ന് ഞാനില്ലേ ചക്കപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈവനിംഗ് സ്നാക്ക് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന രണ്ട് തരം ചക്കപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഇല്ലേ അതും പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചക്കപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരേ മാവ് വെച്ചിട്ടാണ് ഈ രണ്ട് തരം ചക്കപ്പവും ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. ചക്കപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 4 മണിക്കൂർ കുതിർത്ത് വെച്ച 1.5 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഒരു ചക്കയുടെ അളവ് ഞാനത് അരച്ചെടുത്തതിന് ശേഷം പറഞ്ഞു തരാം. അത് അരച്ചെടുക്കുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ശരിയായ ഒരു അളവ് കിട്ടുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് വെല്ലം അഥവാ ശർക്കര. അപ്പോൾ ഇത് ഞാൻ ഒരു 1/2 കിലോൻ്റെ അടുത്ത് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടി എടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയൊരു കഷ്ണം ചുക്കും പിന്നെ ഒരു 6 ഏലക്കയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് കുറേശ്ശെയായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അരച്ചെടുക്കുമ്പോഴേക്കൊന്ന് നൈസാക്കിയിട്ട് അരച്ചെടുക്കണ്ട, ജസ്റ്റ് ഒരു തരി പോലെ അരച്ചെടുക്കണം. ഇനിയിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പം ഞാനില്ലേ 1.5 കപ്പ് പച്ചരിയിലേക്ക് 1 കപ്പ് ചക്കയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ 1/2 കിലോ പച്ചരിയാണ് എടുക്കുന്നതെങ്കിൽ 1/4 കിലോൻ്റെ മുകളിൽ ചക്ക എടുക്കണം. പിന്നെ ശർക്കരയും അതുപോലെ തന്നെ 1/4 കിലോൻ്റെ മുകളിലായിട്ട് എടുക്കണം. 1/2 കിലോൻ്റെ അടുത്ത് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് തേങ്ങയും. അപ്പോൾ ഇതാണ് ചക്കപ്പത്തിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇതിനെ നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചുട്ടെടുക്കണം. ഞങ്ങളുടെ നാട്ടിലെല്ലാം ഇല്ലേ ഈ ഒരു അപ്പത്തിനെ കിള്ളിയിട്ടപ്പം എന്നാണ് പറയുന്നത്. പണ്ടത്തെ ആൾക്കാരെല്ലാം ഈ ഒരു അപ്പത്തിനെ നമ്മളിപ്പോൾ സ്പൂണ് കൊണ്ട് കോരിയിടുന്നതിന് പകരം കൈയോടെ തന്നെ എടുത്തിട്ട് എണ്ണയിലേക്ക് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് കിള്ളിയിട്ടപ്പം എന്ന് പേര് വന്നു. ഇപ്പോൾ ഒരു ഭാഗം വെന്ത് വരുമ്പോഴേക്കുന്നതിനെ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചിട്ട് മറിച്ചിട്ടെല്ലാം ഇട്ട് കൊടുത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോഴേക്കൊന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചക്കപ്പം റെഡിയായി. ഇനി ഇതുപോലെ തന്നെ എല്ലാം ചുട്ടെടുക്കാം. ഇനി നമുക്ക് ഇല വെച്ചിട്ടുള്ള അപ്പം ചുട്ടെടുക്കാം. അപ്പം ഞാനിവിടെ വാഴയിലയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ വട്ടയില കിട്ടുന്നുണ്ടെങ്കിൽ വട്ടയിലയിൽ വെച്ച് ചെയ്തെടുക്കാം. വട്ടയില ഞങ്ങൾ അപ്പച്ചപ്പല എന്നാണ് പറയൽ. അപ്പോൾ ഈ ഒരു വട്ടയില കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് തേങ്ങ കൊത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ കുറേ അപ്പോലും ചുട്ടെടുക്കുന്നുണ്ടെങ്കിൽ ഈ വാഴയില ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. മടക്കിയെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് പോലെ ആയിട്ട് തോന്നി. ഞാനിപ്പോൾ കുറച്ച് അപ്പം ചുട്ടെടുക്കുന്നതുകൊണ്ട് അങ്ങനെ മടക്കി വെച്ചതാണ്. ഞാനിപ്പോൾ ഒരു സ്റ്റീമറിൽ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളം തിളക്കുമ്പോഴേക്കുന്ന ഒരു തട്ട് വെച്ച് കൊടുത്തിട്ട് ഇത് നമുക്ക് ഈ ഒരു അപ്പത്തിനെ ഇറക്കി വെച്ച് ഒരു 1/2 മണിക്കൂർ വരെ വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്തേക്കണേ. ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ.